17 വയസ്സ് മാത്രം പ്രായമുള്ള 4 ചെറുപ്പക്കാർ തിരുത്തണി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തമിഴ്നാട്ടിലാണ് ഈ സ്ഥലം, ഒഡീസയിൽ വന്ന മൈഗ്രന്റ് വർക്കറിനെ അസാൾട്ട് ചെയ്തിരിക്കുക. അതായത് ഇതിൻ്റെ സംഭവം നടക്കുന്നത് ഡിസംബർ 26 ഈ സുരാജ് എന്ന് പറയുന്ന ഒഡീസക്കാരൻ തമിഴ്നാട്ടിലോട്ട് വർക്കിന് വേണ്ടി വരാണ്. പുള്ളി വന്നിട്ട് ആൾമോസ്റ്റ് 3 മാസങ്ങളായി. അപ്പോൾ ഡിസംബർ 26 പുള്ളി ചെന്നൈന്ന് തിരുത്തണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനിലേക്ക് കയറി. ഡോറിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഈ 4 ചെറുപ്പക്കാർ അവിടെ വന്നിട്ട് പുള്ളിനോട് എന്തോ ചോദിക്കുകയാണ്, റീൽസ് എടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. കത്തി, അവന്മാരുടെ കയ്യിൽ കത്തി, കോടാലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ അവന്മാരെ അലോ ഇതൊന്നും അറിയില്ല റെയിൽവേ സ്റ്റേഷനിൽ. അവന്മാരുടെ കയ്യിൽ അതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് കഴുത്തിൽ കത്തി വെക്കുന്ന പോലെ റീൽസ് എടുക്കട്ടെ എന്ന് ഈ ഒഡീസക്കാരനോട് ചോദിക്കാണ്. അപ്പോൾ പുള്ളി അതിന് ഒഡീസയിൽ എന്തോ മറുപടി കൊടുത്തു. അങ്ങനെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ആയത്. എന്നിട്ട് ഈ തിരുത്തണി എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോൾ പുള്ളീനെ വിളിച്ചുകൊണ്ട് പോയി തിരുത്തണി ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു, ആ റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തോ ഈ പുള്ളീനെ അസാൾട്ട് ചെയ്യാണ്. ഈ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അറിയില്ല. ഈ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണോ അതോ ഈ നോർത്ത് ഇന്ത്യൻ ആയത് കൊണ്ടുള്ള ഒരു റേസിസം ആണോ അറിയില്ല. അത് വ്യക്തമായി പറയണ്ടേ അവിടെ. പക്ഷെ അവിടെ ചെന്നിട്ട് പുള്ളീനെ അറുവാളിട്ട് വെട്ടാണ്. ഈ വെട്ട മാത്രമല്ല, അവർ 2 പേര് വെട്ടുമ്പോൾ ബാക്കിയുള്ള 2 പേര് വീഡിയോ എടുക്കണം. അത് ഇങ്ങനെ കാണിച്ചിട്ട്, ഇങ്ങനെ സിമ്പിളൊക്കെ കാണിച്ചിട്ട് വീഡിയോ എടുക്കണം. നമ്മൾ വീഡിയോ എടുത്തത് മാത്രമല്ല, വീഡിയോ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് വെട്ടാണ് ശരിക്കും. എന്നിട്ട് പുള്ളി അൺകോൺഷ്യസ് ആയപ്പോൾ ഇവന്മാർ പോയിട്ട് പിന്നെ പുള്ളീനെ കോൺഷ്യസ്നെസ് വന്ന പുള്ളി എണീറ്റ് റോഡിലോട്ട് പോയി ഹെൽപ്പ് ചോദിക്കാണ്. അങ്ങനെ അവിടുത്തെ ആൾക്കാർ ഹെൽപ്പ് ചെയ്ത് പുള്ളിനെ ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പുള്ളി സീരിയസ് ആണ് ഇപ്പോൾ. ഈ ചെക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജൂനൈലിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് പറയണത്. ഇവന്മാർ 17 വയസ്സേ ഉള്ളൂ, ടീനേജേഴ്സ് ആണ്. എന്താ പറയാ, ഇതിപ്പോ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇവന്മാർ ഡ്രഗിലാണ്. ഓക്കെ. സെക്കൻഡ് വന്നിട്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്ത നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു അറിവ് ഇവന്മാർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതിപ്പോ നമ്മൾ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ വാക്ക് തർക്കം വരുമ്പോൾ ഒരു അടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക വരുന്ന ഒരു അടി, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അത് മറിക്കണ പോലെ ആൾക്കാർ ചെയ്യും. പക്ഷെ ഇത് വന്നിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാളിനെ പോയി നോണ്ടിയിട്ട് വെട്ടാണ്. ഒരു ബന്ധമില്ല. അവൻ ഒഡീസയിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് സൗത്തിലോട്ട് വന്ന വ്യക്തി, ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിനെ പോയിട്ട് അവിടെ പോയി വീഡിയോ എടുക്കണമെന്ന് ചോദിക്കുന്നിട്ട് വെട്ടാ. എന്താണിത്? ഇത് മാത്രമല്ല, ഇവര് വന്നിട്ട് വേറെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇതിനു മുന്നേ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ, ഞാൻ നോക്കിയില്ല, അങ്ങനെ പറയുന്നുണ്ട്, ഇതേപോലെ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാരെ ശല്യം ചെയ്തിട്ട് ഇങ്ങനെ റീൽസ് എടുക്കുന്ന വീഡിയോസ് ആൾറെഡി ഇവന്മാരുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയും ദിവസം ഇവന്മാരിനെ അറസ്റ്റ് ചെയ്യാണ്ട് വെച്ചിരിക്കണത് എന്നാണ് അറിയാത്തത്. എന്തൊക്കെ പറയാ, ജനറലിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോക്കി കണ്ടൊക്കെ പോവുക, അല്ലാണ്ട് ശരി.